പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും. ആമേൻ. ഇവിടെ രണ്ട് കൂട്ടരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് ബുദ്ധിമാന്മാർ, രണ്ട് പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. ഹല്ലേലൂയ. ബുദ്ധിമാന്മാർ ആരാണ്? ഇവിടെ ദൈവവചനം പറയുന്ന ബുദ്ധിമാന്മാർ ആരാണ്? ലോകത്തിൻ്റെ ഏതെങ്കിലും ബുദ്ധിവൈഭവമുള്ളവരോ ഏതെങ്കിലും വിഷയത്തിൽ ബുദ്ധി കൊണ്ട് പ്രാവീണ്യം നേടിയവരോ? സ്തോത്രം. അങ്ങനെയുള്ള ആരെയുമല്ല ഇവിടെ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. എന്താണ് ബുദ്ധിമാന്റെ യോഗ്യത? സ്തോത്രം. ലോകം കൽപ്പിച്ചു കൊടുത്ത യോഗ്യതയല്ല ദൈവവചനം പറയുന്ന ബുദ്ധിമാന്റെ യോഗ്യത. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് ലോകം ഹല്ലേലൂയ കൽപ്പിച്ചു കൊടുക്കുന്നത്? ഈ ലോകത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഹല്ലേലൂയ തർക്കിക്കുവാൻ ബുദ്ധിയുള്ളവരോ, ഈ ലോകത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ പ്രാവീണ്യം നേടിയവരോ? ആമേൻ. ഹല്ലേലൂയ. പല മേഖലകളിൽ ഹല്ലേലൂയ തത്വചിന്തകന്മാർ, താർക്കികന്മാർ, ഭരണത്തിൽ ഹല്ലേലൂയ നൈപുണ്യം കാണിക്കുന്നവർ, ഉന്നതമായ വിദ്യാഭ്യാസം നേടിയവർ, ഹല്ലേലൂയ തൻ്റെ ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ടും പലവിധമായ കാര്യങ്ങൾ ഹല്ലേലൂയ നല്ലവണ്ണം ഹല്ലേലൂയ പൂർത്തീകരിക്കുന്നവർ. ഇങ്ങനെയുള്ള ബുദ്ധിയെ അല്ല കർത്താവ് ഇവിടെ വിവക്ഷിക്കുന്നത്. സ്തോത്രം. പിന്നെ എന്താണ് ഹല്ലേലൂയ കർത്താവ് ബുദ്ധിമാൻ എന്ന പദം കൊണ്ട് ഇവിടെ ഹല്ലേലൂയ സ്തോത്രം വിവക്ഷിക്കുന്നത്? നമുക്കറിയാം കർത്താവിൻ്റെ ഒരു ഉപമയാണ് ബുദ്ധിയുള്ള കന്യകമാർ, ബുദ്ധി ഇല്ലാത്ത കന്യകമാർ. അവർ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് കർത്താവ് ഒരു ഉപമ നമ്മളോട് പറയുകയാണ്. സ്തോത്രം. എന്താണ്? ഹല്ലേലൂയ ബുദ്ധിയില്ലാത്ത കന്യകമാർ ചെയ്ത തെറ്റ്, അവർ ഹല്ലേലൂയ വിളക്കോടുകൂടെ എണ്ണ എടുത്തില്ല. അവരുടെ വിളക്കിലുള്ള എണ്ണ തീർന്നു പോകുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഹല്ലേലൂയ താൽക്കാലികമായ സുഖങ്ങൾ മാത്രം ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ദീർഘവീക്ഷണമില്ലാതെ തങ്ങളുടെ ഭാവി എന്തെന്നറിയാതെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദീർഘവീക്ഷണമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഹല്ലേലൂയ കാത്തിരിക്കുന്ന, അതിനുവേണ്ടി മാത്രം തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചവർ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ബുദ്ധിയില്ലാത്തവരെന്ന് തിരുവചനം പറയുകയാണ്. ബുദ്ധിയുള്ളവരെ ദൈവമായ കർത്താവ് വിവക്ഷിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. തങ്ങളുടെ ജീവിതം ഹല്ലേലൂയ എന്തായി തീരണമെന്നും തങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നും, തങ്ങൾ ഹല്ലേലൂയ സ്തോത്രം കാത്തിരിക്കണമെങ്കിൽ അതിനുവേണ്ടി ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ കാര്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, തങ്ങളുടെ മണവാളന്റെ മണിയറയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, തങ്ങൾ എത്രയും നേരം കാത്തിരിക്കണമെങ്കിൽ എണ്ണ ആവശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ അത് ശേഖരിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഹല്ലേലൂയ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ശേഖരിച്ചു വെക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണാം. അവരെ ബുദ്ധിമാന്മാർ എന്ന് കർത്താവ് ഹല്ലേലൂയ പറയുകയാണ്. സ്തോത്രം ചെയ്യുന്നത്. എന്താണ് ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ? ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഹല്ലേലൂയ താർക്കികന്മാർ, ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഹല്ലേലൂയ ബുദ്ധിമാന്മാർ, ഈ ലോകത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വിദ്യാഭ്യാസ ഹല്ലേലൂയ ഉന്നതന്മാർ, ഹല്ലേലൂയ ഭരണനൈപുണ്യം കാണിക്കുന്നവർ, ഹല്ലേലൂയ ഇവരൊക്കെ ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിന് മുമ്പിൽ വട്ടപൂജ്യമാണ്. ഹല്ലേലൂയ. അവരുടെയൊക്കെ ബുദ്ധി അവരുടെ ഹല്ലേലൂയ കാലത്തോടെ കഴിയുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അവരുടെ അവർക്കൊരു അവരുടെ യുക്തി ഹല്ലേലൂയ പെട്ടെന്ന് അവസാനിക്കുകയാണ്. ഒരു രോഗം വരുമ്പോൾ ഹല്ലേലൂയ, ഒരു ചെറിയൊരു വിഷയം വരുമ്പോൾ അവരുടെ ബുദ്ധി പോയിപ്പോകുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ തിരുവചനം പറയുന്ന ബുദ്ധിമാന്മാർ ആരാണ്? ഈ ബുദ്ധിമാന്മാർക്ക്, തിരുവചനം പറയുന്ന ബുദ്ധിമാന്മാർക്ക് ലോകം കൽപ്പിച്ചു കൊടുത്ത ബുദ്ധിമാന്റെ യോഗ്യതകൾ ഹല്ലേലൂയ ഒന്നും കാണുകയില്ല. അവർക്ക് വിദ്യാഭ്യാസം കാണുകയില്ല, അവർക്ക് അക്ഷരജ്ഞാനം കുറവായിരിക്കാം, അവർക്ക് സൗന്ദര്യം കുറവായിരിക്കാം, അവർക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു പക്ഷേ വാക്ചാതുര്യമില്ലായിരിക്കാം. ഹല്ലേലൂയ കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള കഴിവ് ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷേ തിരുവചനം പറയുന്നു ഹല്ലേലൂയ അവർ ബുദ്ധിമാന്മാരാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്താണ് ബുദ്ധിമാന്റെ യോഗ്യത? തൻ്റെ ജീവിതം, തൻ്റെ സൃഷ്ടാവാരാണ്, താൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, തൻ്റെ സൃഷ്ടാവായ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആ ദൈവം എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഹല്ലേലൂയ എൻ്റെ മരണശേഷം ഞാൻ എവിടെയാണ് എൻ്റെ ജീവിതം ചെലവഴിക്കുന്നത്, എനിക്ക് മരണശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ ഞാനത് എവിടെ ചെലവഴിക്കും ഹല്ലേലൂയ എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞവനാണ് ഹല്ലേലൂയ ബുദ്ധിമാൻ. തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ രുചിച്ചറിഞ്ഞവനാണ് ബുദ്ധിമാൻ. തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് താൻ പോകുമെന്നുള്ള ഉറപ്പ് പ്രാപിച്ചവനാണ് ബുദ്ധിമാൻ. ഹല്ലേലൂയ. തിരുവചനം പറയുന്ന ബുദ്ധിമാൻ എന്ന് പറയുന്നത് അതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ലോക പണ്ഡിതന്മാരോടും ലോകത്തിൻ്റെ ഹല്ലേലൂയ താർക്കികന്മാരോടും ലോകത്തിലെ ഹല്ലേലൂയ ഉന്നതന്മാരോടും നമുക്ക് ചോദിച്ചാൽ ഹല്ലേലൂയ ലോകത്തിൻ്റെ ഭാവി എന്താണ്? ഹല്ലേലൂയ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? നിങ്ങളുടെ ഹല്ലേലൂയ ആയുസ് നിങ്ങൾ ഇവിടെ അവസാനിക്കുമ്പോൾ അതിനുശേഷമുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം മുട്ടിപ്പോകും. വ്യക്തമായൊരു ഉത്തരം പറയാൻ അവർക്ക് കഴിയുകയില്ല. അവർ പലതും പറഞ്ഞേക്കാം, എന്നാൽ വ്യക്തമായൊരു ഉത്തരം പറയാൻ അവർക്ക് കഴിയുകയില്ല.
ഹല്ലേലൂയ. എന്നാൽ ആ സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം വിദ്യാഭ്യാസമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, ഹല്ലേലൂയ ദൈവം പറയുന്ന ബുദ്ധിയുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തിയോട് ദൈവഭക്തനോട് ചോദിച്ചാൽ അവൻ പറയും ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ഇവിടം വിട്ടു പിരിഞ്ഞാൽ, ഞാൻ ഇവിടം വിട്ടു പിരിഞ്ഞാൽ എൻ്റെ കർത്താവിനോട് കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെയാണ് തിരുവചനം ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ, ഈ 4 പേരെ നമുക്കറിയാം. അവർ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം തങ്ങളുടെ ജീവനെ പോലും മരണത്തിന് മുമ്പിൽ, ഹല്ലേലൂയ മരണം വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ തന്റെ ജീവനെ പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ വിലയേറിയതായി എണ്ണാതെ, ഹല്ലേലൂയ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിന്നവനാണ് ബുദ്ധിമാൻ. ഹല്ലേലൂയ. കാരണം ഒരു കാര്യം മനസ്സിലായി. നെബൂഖദ്നേസരെ, ദാര്യാവേശേ, ഞങ്ങളെ കൊന്നുകൊള്ളുക. ഹല്ലേലൂയ. തീച്ചൂള ഞങ്ങളെ വിഴുങ്ങിക്കളഞ്ഞാലും, സിംഹം എന്നെ കീറിക്കളഞ്ഞാലും, ഹല്ലേലൂയ എനിക്ക് ഇവിടം വിട്ടാൽ എൻ്റെ കർത്താവിനോട് കൂടെ വാഴാം. ഹല്ലേലൂയ. ആ ഒരു സന്തോഷം, ആ സന്തോഷമുള്ളവനെയാണ് ബുദ്ധിമാൻ എന്ന് തിരുവചനം പറയുന്നത്. നോഹയെ പോലെ സത്യദൈവത്തെ അന്ധമായി വിശ്വസിച്ചവൻ ബുദ്ധിമാനാണ്. ഹല്ലേലൂയ. എന്താണ് അന്ധമായി നോഹ വിശ്വസിച്ചത്? ഹല്ലേലൂയ ദൈവമായ കർത്താവ് പറഞ്ഞ, ഹല്ലേലൂയ യഹോവയായ ദൈവത്തിന്റെ ശബ്ദം കേട്ട നോഹ അതുവരെ കാണാത്ത, അതുവരെ കേൾക്കാത്ത മഴ എന്ന പ്രതിഭാസം അത് ഭൂമിയിൽ ഉണ്ടാകുമെന്നും, ലോകം മുഴുവൻ വെള്ളത്താൽ നിറയുമെന്നും, ലോകം നശിക്കാൻ പോകുകയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണമെന്നും പറഞ്ഞപ്പോൾ ആ ദൈവത്തെ അന്ധമായി വിശ്വസിച്ചവനാണ് ബുദ്ധിമാൻ. ഹല്ലേലൂയ. താൻ മാത്രമല്ല തൻ്റെ കുടുംബത്തെയും മുഴുവൻ വിശ്വസിപ്പിക്കുവാൻ അവന് കഴിഞ്ഞു. അത് അവനാണ് ബുദ്ധിമാൻ എന്ന് തിരുവചനം പറയുന്നത്. അബ്രഹാമിനെ പോലെ ഇസഹാക്ക് കത്തിയെറിഞ്ഞ ചാരത്തിൽ നിന്ന് മകനെ ഉളവാക്കി തരുവാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചവനാണ് ബുദ്ധിമാൻ. മാത്രമല്ല ഹല്ലേലൂയ താനിവിടെ ഹല്ലേലൂയ പരദേശിയാണെന്നും, താനിവിടെ ഹല്ലേലൂയ താൽക്കാലിക ജീവിതമാണെന്നും തിരിച്ചറിഞ്ഞ് തനിക്കൊരു നഗരം അവിടെ കർത്താവ് ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം താൻ ഹല്ലേലൂയ തലമുറകളെ ഹല്ലേലൂയ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച പരദേശിയാണ് അബ്രഹാം. അവനെയാണ് തിരുവചനം ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. മോശയെ പോലെ മിസ്രൈമിലെ സുഖങ്ങൾ അനുഭവിച്ച ഒടുവിൽ കരിഞ്ഞുണങ്ങിയ മമ്മിയായി വിരൂപനാകാൻ ആഗ്രഹിക്കാതെ ക്രിസ്തുവിന്റെ നിന്ന വലിയതൊന്നും തിരഞ്ഞെടുത്തവനാണ് ബുദ്ധിമാൻ. ഹല്ലേലൂയ. വേണമെങ്കിൽ അടുത്ത ഫറവോനാകാമായിരുന്ന മോശ ഹല്ലേലൂയ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നിന്ന തിരഞ്ഞെടുത്തവനാണ് മോശ. ഹല്ലേലൂയ. അവനെയാണ് തിരുവചനം പറയുന്നത് ബുദ്ധിമാൻ. ഹല്ലേലൂയ. ആമേൻ. ദാവീദിനെ പോലെ ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ തൻ്റെ രാജവസ്ത്രമോ തൻ്റെ രാജസ്ഥാനമോ തടസ്സമാകരുതെന്ന് നിശ്ചയിച്ച ഹല്ലേലൂയ ആ ബുദ്ധിമാനെ ദൈവം പറയുക, എൻ്റെ ഹിതപ്രകാരമുള്ളവൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന് പറയുക. അവനെയാണ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ദൈവം പറയുന്നത്, തിരുവചനം പറയുന്നത് ബുദ്ധിമാൻ. ഹല്ലേലൂയ. അങ്ങനെ ബുദ്ധിമാന്മാരുടെ വലിയൊരു നീണ്ട നിര പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ തങ്ങളുടെ പടകും വലയും ഹല്ലേലൂയ സകലവും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച, ഒന്നും ഹല്ലേലൂയ ആഗ്രഹിക്കാതെ, ഒന്നും ഹല്ലേലൂയ അന്വേഷിക്കാതെ, ഹല്ലേലൂയ ഒരു അനിശ്ചിതത്വത്തിലേക്ക് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചുകൊണ്ട് സകലവും ത്യജിച്ചുകൊണ്ട് യേശു പറഞ്ഞു ഹല്ലേലൂയ എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാനിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ത്യജിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഹല്ലേലൂയ 12 ശിഷ്യന്മാർ. ഹല്ലേലൂയ. യേശുവിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ പല ശിഷ്യന്മാരും പതറിപ്പോയപ്പോൾ, ഉപദേശത്തിന് മുമ്പിൽ ഹല്ലേലൂയ യഥാർത്ഥമായ ഉപദേശം വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ പല ശിഷ്യന്മാരും പിൻവാങ്ങിപ്പോയപ്പോൾ, അല്ലെങ്കിൽ പിൻവാങ്ങിപ്പോകാതെ ഹല്ലേലൂയ യേശുവിൻ്റെ കൂടെ പറ്റി നിന്ന് ഹല്ലേലൂയ സ്വരം നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറ്റിച്ചേർന്ന് പത്രോസിനെ പോലെയുള്ളവർ ഹല്ലേലൂയ ബുദ്ധിമാന്മാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഈ ബുദ്ധിമാന്മാർ ഹല്ലേലൂയ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെ ശോഭിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷേ ലോകം കൽപ്പിച്ചു കൊടുത്ത ബുദ്ധിമാന്മാർക്കുള്ള യോഗ്യത അവർക്ക് ഉണ്ടാകത്തില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷേ ലോകം അവരെ കുറിച്ച് പറയും നിങ്ങൾ ഭോഷന്മാരാണ്. നാം ഓരോരുത്തരും ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ, നാം ഓരോരുത്തരും തിരുവചനം എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ലോകം പറയും ഇവരെന്ത് ഭോഷന്മാരാണ്. ഈ കാലത്തും ശാസ്ത്രം വികസിച്ച ഈ സമയത്തും ഹല്ലേലൂയ ഇവർ ഈ തിരുവചനം എടുത്തുകൊണ്ട് നടക്കുന്നത് എത്ര ഭോഷത്വമാണ്. ലോകം നാം നോക്കുമ്പോൾ നാം ഭോഷത്വമാണ് ചെയ്യുന്നത്. പക്ഷേ തിരുവചനം പറയുക അങ്ങനെയുള്ളവർ ബുദ്ധിമാന്മാരാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നാം ലോകം നോക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നാം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കാം. ലോകം നോക്കുമ്പോൾ അവർ പറയും ഇവരെന്ത് ഭോഷന്മാരാണ്. അത് ആദ്യകാലത്തും അവർ പറഞ്ഞിരുന്നു. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാ അവർ ഭോഷന്മാരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. ആമേൻ. ഹല്ലേലൂയ. കാലത്തിനനുസരിച്ച് മാറാത്തവരാണ് എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ കാലത്തിനനുസരിച്ച് ഹല്ലേലൂയ കോലം മാറ്റുന്ന ഒരു പ്രവൃത്തിയല്ല ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ അല്ല കർത്താവ് ബുദ്ധിമാന്മാരെന്ന് വിളിക്കുന്നത്. സ്വത്രം എത്ര കാലങ്ങൾ മാറിയാലും മാറാത്തൊരു തിരുവചനമുണ്ട്. ആ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവനെയാണ് ബുദ്ധിമാന്മാർ എന്ന് തിരുവചനം പറയുന്നത്.
ഹല്ലേലൂയ. മറ്റൊരു കൂട്ടരുണ്ട്, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. തിരുവചനം ശക്തമായി സംസാരിച്ചുകൊണ്ട് ജീവിതത്തിലൂടെയും തങ്ങളുടെ വാക്കുകളിലൂടെയും അനേകരെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഹല്ലേലൂയ സ്തോത്രം മനസ്സന്തത്തിലേക്ക് നയിക്കുന്ന അനേക നീതിയിലേക്ക് തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ദൈവഭക്തന്മാരുണ്ട്. ഹല്ലേലൂയ, നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ. നാലാൾ കൂടുന്ന കവലകളിലും ബസ്സിലും ഹല്ലേലൂയ ട്രെയിനിലും ഒക്കെ നിന്നുകൊണ്ട് ഹല്ലേലൂയ നടന്നുകൊണ്ടൊക്കെ കർത്താവിനെ സുശേഷിക്കുന്ന, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പറയുന്ന, മനസാന്തരത്തിൻ്റെ സുശേഷം പ്രസംഗിക്കുന്ന ദൈവഭക്തന്മാരായ മനുഷ്യർ. അവരെ നോക്കി ലോകം പറയും, ഇവർക്ക് ബുദ്ധിയില്ല, ഇവർ ഹല്ലേലൂയ എന്ത് ഭോഷന്മാരാണ്, ഇവരെന്താണ് പറയുന്നത്. ഹല്ലേലൂയ, പരിഹാസത്തോടെ, പരിഹാസച്ചിരിയോടെ ഒരുപക്ഷെ അവരെ ഹല്ലേലൂയ നേരിട്ടേക്കാം, ഒരുപക്ഷെ ചിലർ അവരെ ഉപദ്രവിച്ചേക്കാം. ഹല്ലേലൂയ, അങ്ങനെയുള്ളവർ വിളിച്ചു പറയുന്ന വാക്കുകൾ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ, അതൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടാകും. അതൊക്കെയും ഒരു ന്യായം വിധിക്കുവാനിടയായി തീരും. അങ്ങനെയുള്ളവരെ കർത്താവ് പറയുക, അവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഹല്ലേലൂയ, ആമേൻ. ഒരുപക്ഷെ ലോകം നോക്കുമ്പോൾ ഫോഷന്മാരായിരിക്കാം, ബുദ്ധിയില്ലാത്തവരായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുക, അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം തിരുവചനം ഹല്ലേലൂയ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ തിരുവചനത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുക, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ, അനേകരുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവരെ ഹല്ലേലൂയ കർത്താവ് പറയുക, അവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവനാമം നിമിത്തം ലോകം ഫോഷന്മാരെന്നെണ്ണി ഹല്ലേലൂയ ബുദ്ധിമാന്മാരായവർ, ഹല്ലേലൂയ ദൈവം ബുദ്ധിമാന്മാരെന്ന് വിധിച്ചവർ, അവർക്ക് ഒരു പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. പലരെയും നീതിയിലേക്ക് തിരിച്ചവർക്കും പ്രതിഫലം ലഭിക്കാൻ പോകുകയാണ്. നാം ഹല്ലേലൂയ ഏത് ഗണത്തിൽ ഉൾപ്പെടും? ഹല്ലേലൂയ സ്തോത്രം. ലോകം ഹല്ലേലൂയ കൽപ്പിച്ചു കൊടുക്കുന്ന ബുദ്ധിമാന്മാരുടെ ഗണത്തിലാണോ, അതോ ദൈവം കൽപ്പിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ദൈവത്താൽ ഹല്ലേലൂയ സ്തോത്രം ബുദ്ധിമാന്മാരെന്ന് വിളിക്കപ്പെടുന്നവരുടെ ഗണത്തിലാണോ ഹല്ലേലൂയ നാം പെടുന്നത്? ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ നമ്മെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ, കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.